തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിൽ വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി കെ വിഷ്ണു നാളെ വാദം കേൾക്കും. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2017 ഏപ്രിൽ 5-6 തീയതികളിലായിരുന്നു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം. കേഡൽ ജിൻസൺ രാജ അച്ഛൻ രാജ തങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മയെയും സഹോദരി കരോളിനെയും ബന്ധു ലളിതയെയും കൊലപ്പെടുത്തി. കഴുത്തിന് പുറകിൽ മഴുകൊണ്ട് വെട്ടിയായിരുന്നു കൊലപാതകം. 65 ദിവസം നീണ്ട വിചാരണയിൽ 42 സാക്ഷികളെ വിസ്തരിച്ചു. 120-ലധികം രേഖകളും 40-ലധികം തൊണ്ടി മുതലും അന്വേഷണത്തിൽ നിർണായകമായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് കാരണം മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിയിലെത്തിച്ചു. അച്ഛനോടുള്ള ഒരു വിരോധമുണ്ട്. അച്ഛനോട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട്, അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെച്ചാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ള വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രതി വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കോൺഷ്യസ് ആയിട്ട് തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ അയാൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ആ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്തതെന്നുള്ളത് തന്നെയാണ് ആ നിഗമനത്തിലെത്തിയത്. ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു ആവശ്യത്തിലേക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ നീങ്ങാനുള്ള സാധ്യത. അത്തരത്തിൽ തന്നെയാണ്. വിധി പ്രസ്താവം കേൾക്കാൻ പ്രതിയെയും കോടതിയിലെത്തിച്ചിരുന്നു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസ് അന്വേഷണത്തിൽ നിർണായകമായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.